ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ സെക്കൻഡ് ടൈം എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് നമ്മുടെ 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ ആൻസർ കീ അടക്കം ഉള്ളതുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാവാനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ വരാം എന്ന് മനസ്സിലാക്കാനും വളരെ ഉപകാരമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതിൽ നമുക്ക് പ്രിയൻഷൻ ഉണ്ടാവും, ഒരു പ്രൊഫൈലും മസ്റ്റാണ്, പിന്നെ എഡിറ്റിംഗ് ഉണ്ടാവും, പിന്നെ ഒരു വേർഡ് പിരമിഡ്. ഇത് എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഉള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കാം. ഈ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് അതൊക്കെ റൗണ്ട് ഇട്ട് വെക്കാനോ ഒന്ന് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കാനോ ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുക. കാരണം കോംപ്രിഹെൻഷനിൽ ഒരൊറ്റ മാർക്കും മിസ്സാക്കരുത്. എല്ലാം കറക്റ്റ് ഉത്തരം തന്നെ നിങ്ങൾ എഴുതണം. കാരണം അതിൻ്റെ ആൻസർ ആ പാസേജിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വായന നല്ലോണം നടത്തണം, എന്നാലേ നിങ്ങൾക്ക് ആൻസറൊക്കെ കറക്റ്റ് എഴുതാൻ പറ്റും. പ്രൊഫൈലും ഉണ്ടാവും. അപ്പോൾ 20 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. Question number 1 to 5. Read the passage from the story The Light on the Hills and answer the questions that follow. അപ്പോൾ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന ചാപ്റ്ററിലെ എന്ന സ്റ്റോറിയിലെ ഒരു ഭാഗമാണ്. 5 മാർക്കാണ്. ഓരോ ക്വസ്റ്റ്യൻ എഴുതിയാലും ഓരോ മാർക്ക്. I want to work at my picture, he said, and went to the field. അപ്പോൾ എനിക്ക് എൻ്റെ പിക്ചർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൻ ഫീൽഡിലേക്ക് പോയി. The little sister went to and stood by him watching while he painted. അപ്പോൾ ലിറ്റിൽ സിസ്റ്റർ പെങ്ങളും കൂടെ പോയി, എന്നിട്ട് അവന് പെയിൻറ്റ് ചെയ്യുന്ന വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദ ട്രീസ് ആർ നോട്ട് ക്വയറ്റ് സ്ട്രെയിറ്റ്, ഷീ സെഡ്. ഇപ്പോൾ ഓരോ സജഷൻസ് കൊടുക്കുകയാണ്. ട്രീസ് ആർ നോട്ട് ക്വയറ്റ് സ്ട്രെയിറ്റ്, അത്ര സ്ട്രെയിറ്റ് അല്ല എന്ന് പറയാണ് ട്രീസ്. ആൻഡ് സോ ഡിയർ ബ്രദർ, ദ സ്കൈ ഈസ് നോട്ട് ബ്ലൂ ഇനഫ്. സ്കൈ അത്ര ബ്ലൂ ആയിട്ടില്ല എന്നൊക്കെ പല നിർദ്ദേശങ്ങളും കൊടുക്കുകയാണ്. ഇറ്റ് വിൽ കം റൈറ്റ് സൂൺ. അപ്പോൾ അവൻ പറയാണ് അതൊക്കെ വരും. വിൽ ഇറ്റ് ബി ഓഫ് എനി ഗുഡ്? ഓ യെസ്, ഷീ സെഡ്, വണ്ടറിങ് ദാറ്റ് ഹീ ഷുഡ് ഈവൻ ആസ്ക്. ഇറ്റ് വിൽ മേക്ക് പീപ്പിൾ ഹാപ്പി ടു ലുക്ക് അറ്റ് ഇറ്റ്. ദേ വിൽ ഫീൽ ആസ് ഇഫ് ദേ ആർ ഇൻ ദ ഫീൽഡ്. അത് നല്ല ഉഷാറായിട്ട് വരും, നീ നോക്കിക്കോ. പിന്നെ അവർ ഫീൽഡിലുള്ള പോലെ, അവർ വയലിലുള്ള പോലെ തന്നെ അവർക്ക് തോന്നും. അവരെല്ലാവരും ഇത് കണ്ടിട്ട് ഹാപ്പി ആവുന്നൊക്കെ ബ്രദർ പറയാണ്. വൈ ഡിഡ് ദ ബോയ് ഗോ ഇൻ ടു ദ ഫീൽഡ്? എന്തിനാണ് ആ കുട്ടി ഫീൽഡിലേക്ക് പോയത്? എന്തിനാണ്? ഐ വാണ്ട് ടു വർക്ക് അറ്റ് മൈ പിക്ചർ, he said and went to the field. അപ്പോൾ എവിടെയാണ് ആൻസർ കിടക്കുന്നത്? നമുക്ക് എന്തെഴുതാം? ദ ബോയ് വെൻറ്റ് ടു ദ ഫീൽഡ് ടു പെയിൻറ്റ് ദ പിക്ചർ പെയിൻറ്റ് ചെയ്യാനാണ് പോയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂ അക്കമ്പനീഡ് ദ ബോയ് ടു ദ ഫീൽഡ്? ആരാണ് കൂടെ പോയത്? അതും 2ാമത്തെ സെൻറ്റൻസിലുണ്ട്. ദ ലിറ്റിൽ സിസ്റ്റർ വെൻറ്റ് ടു. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ദ ബോയ് വെൻറ്റ് ടു ദ ഫീൽഡ് വിത്ത് ഹിസ് ലിറ്റിൽ സിസ്റ്റർ. ചെറിയ പെങ്ങളെയും കൂട്ടിയിട്ടാണ് പോയത്. നെക്സ്റ്റ് 3ാമത്തെ ചോദ്യം, വാട്ട് വർ ദ സജഷൻസ് ഗിവൺ ബൈ ഹിസ് സിസ്റ്റർ ഫോർ ദ പിക്ചർ? അപ്പോൾ എന്തൊക്കെ സജഷനാണ് കൊടുത്തത്? ഇവിടെ പറയുന്നുണ്ടല്ലേ, ദ ട്രീസ് ആർ നോട്ട് ക്വയറ്റ് സ്ട്രെയിറ്റ്, പിന്നെന്താണ്, ദ സ്കൈ ഈസ് നോട്ട് ബ്ലൂ സ്ട്രെയിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് വുഡ് മേക്ക് little sister made suggestions that the trees are not quite straight and the sky is not blue enough. ഇത്രയും നമുക്ക് എഴുതാം. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ ഗേൾ ഹൗ ക്യാൻ ദ ബോയ് മേക്ക് പീപ്പിൾ ഹാപ്പി? എങ്ങനെയാണ് മറ്റുള്ളവരെ ഹാപ്പി ആക്കുക? ഹൗ ക്യാൻ ദ ബോയ് മേക്ക് പീപ്പിൾ ഹാപ്പി? അക്കോർഡിംഗ് ടു ദ ഗേൾ ദ ബോയ് ക്യാൻ മേക്ക് ദ പീപ്പിൾ ഹാപ്പി ബൈ ഡ്രോയിങ് പിക്ചർ സെയിം ആസ് ഹി സീ ഇൻ ദ നേച്ചർ. പ്രകൃതിയിലുള്ള പോലെ തന്നെ പിക്ചർ വരച്ചാലും മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത്, റീഡ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ. ദ ട്രീസ് ആർ നോട്ട് ക്വയറ്റ് സ്ട്രെയിറ്റ്. ഈ ഒരു ലൈനിലെ ഐഡൻറ്റിഫൈ ദ ഹെഡ് നൗൺ ഇൻ ദ സെൻറ്റൻസ്. ഇതിലൊരു ഹെഡ് നൗൺ ഉണ്ട്, അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്താണ്? ദ ട്രീസ് ആണ് ഇവിടുത്തെ ഹെഡ് നൗൺ. നെക്സ്റ്റ് നമുക്ക് 6 to 9 ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ദ സോവർ എന്ന പാഠഭാഗത്തിലെയാണ് ഒരു പോയമാണ്. സിറ്റിംഗ് ഇൻ എ പോർച്ച് വേ കൂൾ, ഫേഡ്സ് ആർ ട്രൂലി സൺലൈറ്റ് ഫസ്റ്റ്, ട്വിലൈറ്റ് hastens to the rule, working hours are well nigh high past, shadows shoot across the lands, but one sober lingers still, hold in rags he patient stands, I looking on I feel a thrill. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഇതേ ഈ പോയത്തിൻ്റെ ഈ ഒരു സംഭവം നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്.
ഹൂ ഈസ് സിറ്റിംഗ് ഇൻ ദ പോർച്ച് വേ? ആരാണ് പോർച്ച് വേയിൽ ഇരിക്കുന്നത്? ഇവിടെ പോയറ്റ് ആണല്ലേ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദ പോയറ്റ് ഈസ് സിറ്റിംഗ് ഓൺ ദ പോർച്ച് വേ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ലൈൻ മെൻഷൻഡ്, വാട്ട് ഈസ് ദ ടൈം മെൻഷൻഡ് ഇൻ ദ പോയം? ഇതിൽ ഏത് ടൈമാണ്? ഈവനിങ് ടൈമാണല്ലേ. ദ ടൈം മെൻഷൻഡ് ഇൻ ദ പോയം ഈസ് ഈവനിങ്. ഓക്കെ. നെക്സ്റ്റ്, പിക്ക് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ ഗിവൺ ലൈൻസ്. അപ്പം റൈമിംഗ് വേർഡ്സൊക്കെ നമ്മൾ 5ാം ക്ലാസ് മുതലേ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ കൂള്, റൂള് രണ്ടും എല്ലിലാണ് അവസാനിക്കുന്നത്, അതൊരു റൈമിംഗ് വേർഡാണ്. അതേപോലെ തന്നെ ഫാസ്റ്റ്, പാസ്റ്റ് ടീയിലാണ് അവസാനിക്കുന്നത്, അതും ഒരു റൈമിംഗ് വേർഡ്സാണ്. പിന്നെ ലാൻസ്, സ്റ്റാൻസ് എസ്സിലാണ് അവസാനിക്കുന്നത്, അതും ഒരു റൈമിംഗ് വേർഡാണ്. സ്റ്റില്ല്, ത്രില്ല്, അങ്ങനെ ഒരുപാട് റൈമിംഗ് വേർഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫാസ്റ്റ് ആൻഡ് പാസ്റ്റ് എഴുതാം. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ആർ ദ പോയറ്റ് ഫീൽ? വാട്ട് ഡസ് ദ പോയറ്റ് ഫീൽ? എന്താണ് പോയറ്റിന് ഫീൽ ചെയ്യുന്നത്? ലാസ്റ്റ് ഇവിടെ നോക്കൂ, ഐ ഫീൽ എ ത്രിൽ എന്ന് പറയുന്നുണ്ട്, അതാണ് നമ്മുടെ ആൻസർ. ദ പോയറ്റ് ഫീൽസ് എ ത്രിൽ വൈ ലുക്കിംഗ് അറ്റ് ദ ഓൾഡ് സോവർ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോംപ്രിഹെൻഷനാണ് നമുക്ക് രണ്ടും തന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമുക്ക് ഒരു പ്രൊഫൈലാണ് എഴുതാനുള്ളത്. നോക്കാം. നെയിം റോസ ലൂയിസ് മക്ലെ പാർക്സ്, അതായത് റോസ പാർക്കിൻ്റെ പ്രൊഫൈലാണ് എഴുതാനുള്ളത്. കറക്റ്റ് എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്കാണ്. പ്രൊഫൈൽ എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആരുതാണോ പ്രൊഫൈൽ എഴുതുന്ന ആളെ പേര് അങ്ങോട്ട് കുറച്ച് വലുതാക്കി എഴുതുക. പിന്നെ ബർത്തും നാഷണാലിറ്റിയും അതേപോലെ തന്നെ ഫെയിമും എഡ്യൂക്കേഷനും അവാർഡ്സും ഡെത്തും വരെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടിണക്കി അപ്രോപ്രിയായിട്ടുള്ള വേർഡ്സൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് എഴുതണം. ഓക്കെ. അപ്പോൾ ബർത്ത് പറയുമ്പോൾ 4th January February 1930 അലബാമ US. നാഷണാലിറ്റി അമേരിക്കൻ ആണ്. മോണ്ടിഗോമറി ബസ് ബോയ്ക്കോട്ടിലാണ് ഫേമസ് ആയത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. റോസ ലൂയിസ് മക്കാലെ പാർക്സ് അതിവിടെ എഴുതണം. വാസ് ഹെഡിങ് ആയിട്ട് കൊടുക്കണം. വാസ് ആൻ ആഫ്രിക്കൻ അമേരിക്കൻ സിവിൽ റൈറ്റ്സ് ആക്ടിവിറ്റീസ്. ഷീ വാസ് ബോൺ. അപ്പോൾ നമ്മുടെ ബർത്ത് പറയുന്നിടത്ത് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് ഷീ വാസ് ബോൺ on February 4th 1913 in Tuskegee, Alabama. From very beginning of her life, she suffered the bitter fruits of segregation. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ പിന്നെ വിവേചനത്തിൻ്റെ ഒരു കയ്പുനീര് അനുഭവിച്ച ആളാണ്. ബ്ലാക്സ് കുഡ് അറ്റൻഡ് ഓൺലി സർട്ടൻ സ്കൂൾസ് ആൻഡ് കുഡ് ഡ്രിങ്ക് ഓൺലി ഫ്രം സ്പെസിഫൈഡ് വാട്ടർ ടാപ്സ്. The US Congress called her the First Lady of Civil Rights and the Mother of the Freedom Movement. She is known for her pivotal role in Montgomery bus boycott. Her birthday, February 4th and December 1, the day she was arrested, are observed as Rosa Parks Day. She passed on October 24th, 2005 in Michigan, USA. Okay. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യന് 5 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിലൊന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ. ദ അറസ്റ്റ് ഓഫ് റോസ പാർക്സ് പ്രൊവോക്ഡ് ദ ബ്ലാക്ക് കമ്മ്യൂണിറ്റി ദേ സ്റ്റാർട്ടഡ് ബോയ്ക്കോട്ടിംഗ് ദ ബസ്സസ് പ്രിപ്പയർ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതാനാണ് ഇവിടെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. റോസ സിറ്റ്സ് സ്റ്റിൽ ഡ്രൈവർ വാൺസ് പോലീസ് അറസ്റ്റ് ഹെർ പ്രൊവോക്സ് ദ ബ്ലാക്സ് ബോയ്ക്കോട്ട് ദ ബസ് യൂസ് ടാക്സീസ് ഗ്രേറ്റ് ലോസ് ഫോർ ബസ് കമ്പനി. ഇത്രയും ഹിൻസ് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ന്യൂസ് റിപ്പോർട്ട് എഴുതി നോക്കാം. മോണ്ടിഗോമറി, അൽബാമ, December 2, 1955. സിവിൽ റൈറ്റ്സ് പ്രൊട്ടസ്റ്റ് എറപ്റ്റ്സ് ആഫ്റ്റർ റോസ പാർക്സ് അറസ്റ്റ്. അപ്പോൾ ഈ ഒരു ഹെഡിങ് നമ്മൾ കൊടുക്കണം. ഒരു ന്യൂസ് റിപ്പോർട്ടിന് നമുക്കറിയാലോ ഒരു ഹെഡിങ് ഉണ്ടാവുന്നു. അപ്പോൾ അത് നമ്മൾ ഇവിടെ കൊടുക്കുക. സിവിൽ റൈറ്റ്സ് പ്രൊട്ടസ്റ്റ് എറപ്റ്റ്സ് ആഫ്റ്റർ റോസ പാർക്സ് അറസ്റ്റ്. ഇനി നമ്മൾ മോണ്ടിഗോമറിന്ന് ഇവിടെ എഴുതണം. ഇവിടെയാണ് എഴുതേണ്ടത് മോണ്ടിഗോമറി, അതായത് സ്ഥലം. ഓക്കെ. ഇവിടെ എഴുതിയിട്ട് ഒരു കോളനും ഇട്ടിട്ട് നമുക്ക് തുടങ്ങാം. A city-wide boycott of Montgomery buses began today, sparked by the arrest of Rosa Parks. റോസ പാർക്കിൻ്റെ അറസ്റ്റിനോടനുബന്ധിച്ച് ഇന്ന് ഒരു ബഹിഷ്കരണമാണ് നടക്കുന്നത്. ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ ബഹിഷ്കരണം. എ 42-year-old അമേരിക്കൻ ആഫ്രിക്കൻ സിംട്രോസ് ഫോർ റെഫ്യൂസിങ് ടു ഗീവ് അപ്പ് ഹെർ സീറ്റ് ടു വൈറ്റ് പാസഞ്ചർ. അപ്പോൾ ഒരു വൈറ്റ് പാസഞ്ചറിന് സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിലുള്ള പ്രൊട്ടസ്റ്റാണ് നടക്കുന്നത്. പാർക്സ് റിമെയിൻഡ് സീറ്റഡ് പ്രോംപ്റ്റിംഗ് ബ്ലേക്ക് ടു കോൾ ദ പോലീസ്. അപ്പോൾ പാർക്സ് അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഡ്രൈവർ പോലീസിനെ വിളിച്ചു. ഷി വാസ് സബ്സിക്വൻ്റ്ലി അറസ്റ്റഡ് ആൻഡ് ടേക്കൻ ടു ദ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ദിസ് ഇൻസിഡൻറ്റ് ഹാസ് ഇഗ്നൈറ്റഡ് വൈഡ് സ്പ്രെഡ് ഔട്ട്റേജ് എമംഗ് മോണ്ടിഗോമറീസ് ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റി ഹു ഹാവ് ലോങ് സഫേർഡ് അണ്ടർ സിറ്റി സെഗ്രിഗേഷൻ ലോസ്. അപ്പോൾ ഇത് ഒന്നായിട്ട് വ്യാപിച്ചു. ഈ ഇൻസിഡൻറ്റ് പെട്ടെന്ന് തന്നെ എല്ലായിടത്തും
വ്യാപിച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു വിവേചനം അവിടെ നേരിടുന്നുണ്ട്. യു ഹാവ് ലോങ് സഫേർഡ് അണ്ടർ ദ സിറ്റി സെഗ്രിഗേഷൻ ലോസ്. ഇൻ റെസ്പോൺസ് ടു പാർക്സ് അറസ്റ്റ്, കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഇൻക്ലൂഡഡ് ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഹാവ് കോൾഡ് ഫോർ ദ ബോയ്ക്കോട്ട് ഓഫ് സിറ്റീസ് ബസ്. അപ്പോൾ റോസ പാർക്കിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് നേതാക്കന്മാരായ ലൂതർ കിങ് ഒക്കെ എന്ത് ചെയ്തു? സിറ്റിയിലെ ബസ് ബോയ്ക്കോട്ട് ചെയ്യാൻ, ബഹിഷ്കരിക്കാൻ, ഉപേക്ഷിക്കാൻ പറഞ്ഞു, ആഹ്വാനം ചെയ്തു. ദ ബോയ്ക്കോട്ട് വിച്ച് ബിഗാൻ ഇൻ ദിസ് മോർണിംഗ് ഹാസ് ഓൾറെഡി ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് വിത്ത് മെനി ആഫ്രിക്കൻ അമേരിക്കൻസ് ഓപ്റ്റിംഗ് ടു വർക്ക് ഓർ യൂസ് ടാക്സിസ് ഇൻസ്റ്റെഡ് ഓഫ് റൈഡിംഗ് ബസ്. അപ്പോൾ ഈ ഒരു ബോയ്ക്കോട്ട് ആരംഭിച്ച് ഇന്ന് രാവിലെ മുതൽ തന്നെ എന്താണ് ഒരു വളരെ അധികമായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടായത്. കാരണം എല്ലാ ആഫ്രിക്കൻ അമേരിക്കനും എന്താ ചെയ്തത്? അവർ ഒന്നുകിൽ നടന്നു അല്ലെങ്കിൽ ടാക്സീസ് പിടിച്ചു പോകാൻ തുടങ്ങി. അതെന്താണ്? ബസ്സിന് ബസ്സുകാർക്ക് ഒരുപാട് നഷ്ടം വന്നു. ദ ബസ് കമ്പനി ഈസ് എക്സ്പെക്റ്റഡ് ടു സഫർ സബ്സ്റ്റാൻഷ്യൽ ഫൈനാൻഷ്യൽ ലോസ് ആസ് എ റിസൾട്ട് ഓഫ് ദ ബോയ്ക്കോട്ട്. അപ്പോൾ ഈ ബോയ്ക്കോട്ടിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ബസ് കമ്പനിക്ക് ഭയങ്കര ലോസായി. അപ്പോൾ നമ്മൾ എന്താണ് ഹെഡ്ലൈനിന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സ്ഥലത്തിൻ്റെ പേരും എഴുതണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. ഇതിൽ രണ്ടാമത്തെ ആക്ടിവിറ്റി പറഞ്ഞിരിക്കുന്നത് ദ സ്റ്റോറി ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് ടോക്സ് അബൌട്ട് ദ ബോണ്ടിങ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. അപ്പോൾ നമ്മൾ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് നമ്മളവിടെ വായിച്ചു. ചാപ്റ്ററിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒന്നാമത്തേത് ആ പെൺകുട്ടിയുടെ പൊള്ളയായ ഒരു സ്നേഹം, അല്ലേ, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സ്നേഹം. അതേസമയം വേറൊന്ന് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ബോണ്ടിങ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ, പ്രകൃതിയും മനുഷ്യനുള്ള അഗാധമായ ഒരു ബോണ്ടിങ് ആണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ഹൗ നേച്ചർ ഹെൽപ്ഡ് ദ ബോയ് ടു ഫുൾഫിൽ ഹിസ് ട്രൂ ലവ്. ആ കുട്ടിയുടെ സ്നേഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രകൃതി അവനെ ഹെൽപ്പ് ചെയ്തത്, അതിനെക്കുറിച്ചൊരു പാരഗ്രാഫ് എഴുതാനാണ്. കുറച്ച് പോയിൻറ്റ്സ് അവിടെ തന്നിട്ടുണ്ട്. എംപതി ഓഫ് നൈറ്റിംഗേൾ, റെസ്പോൺസസ് ഓഫ് അതർ ക്രിയേഷൻസ്, നൈറ്റിംഗേൾ ടോളറേറ്റ്സ് ദ പെയിൻ, റോസ് ഗീവ് ബർത്ത് ടു റെഡ് റോസ്. ഇപ്പം നമുക്ക് എഴുതി നോക്കാം. ദ സ്റ്റോറി ഷോക്കേസസ് ദ ഇൻ്റർകണക്റ്റഡ്നെസ് ഓഫ് നേച്ചറിൻ്റെ ആ ഒരു പരസ്പര ബന്ധമാണ് ഈ സ്റ്റോറി പറയുന്നത്. സ്റ്റോറി ഷോക്കേസസ് ദ ഇൻ്റർകണക്റ്റഡ്നെസ് ഓഫ് നേച്ചർ. എവറി ലിവിങ് തിങ് ഹാസ് എ റോൾ ഇൻ നേച്ചർ. എല്ലാ ജീവജാലങ്ങൾക്കും ഈ നേച്ചറിൽ ഒരു റോളുണ്ട്. ദ ഡിപ്പെൻഡ് ഓൺ ആൻഡ് ഹെൽപ്പ് വൺ അനദർ ഇൻ ടൈംസ് ഓഫ് നീഡ്. ആവശ്യം വരുമ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. ദേ ഡിപ്പെൻഡ് ഓൺ ആൻഡ് ഹെൽപ്പ് വൺ അനദർ ഇൻ ടൈംസ് ഓഫ് നീഡ്. ഇൻ ദ സ്റ്റോറി വി സീ ദ ഓക്ക് ട്രീ അലൗസ് ദ നൈറ്റിംഗേൾ ടു ബിൽഡ് ടു ഇറ്റ്സ് നെസ്റ്റ് ഓൺ ഇറ്റ്. അപ്പോൾ ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നുണ്ട് ഓക്ക് ട്രീ നൈറ്റിംഗേളിന് കൂടൊരുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നുണ്ട്. ദ നൈറ്റിംഗേൾ ഫീൽ സോറി ഫോർ ദ ബോയ് വെൻ ദ ബോയ് ഫോൾസ് ഇൻ ഗ്രീഫ്. അപ്പോൾ ആ കുട്ടി സങ്കടത്തിൽപ്പെടുകയാണ്. അപ്പം ഭയങ്കര അധികം എന്ത് പറയുന്നുണ്ട്? നൈറ്റിംഗേളിന് ഭയങ്കര ഫീൽ ആവുന്നുണ്ട്. ദ റോസ് കംസ് ഫോർവേഡ് ടു ഹെൽപ്പ് ദ നൈറ്റിംഗേൾ ബൈ പ്രസൻറ്റിങ് ഹെർ വിത്ത് എ റോയർ റെഡ് റോസ്. അപ്പോൾ റോസ് വരികയാണ് ഈ നൈറ്റിംഗേളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആര് വരികയാണ്? റോസ് വരികയാണ്. ടു ഫുൾഫിൽ അൾട്ടിമേറ്റ്ലി ദ നൈറ്റിംഗേൾ സാക്രിഫൈസ് ഹെർസെൽഫ് ടു ഫുൾഫിൽ ദ ബോയ്സ് ഡ്രീം. അപ്പോൾ ആ ബോയുടെ ആ ഡ്രീം, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നൈറ്റിംഗേൾ സാക്രിഫൈസ് ചെയ്യാണ്. അവരുടെ ജീവിതം തന്നെ സാക്രിഫൈസ് ചെയ്യാണ്. Ultimately, the nightingale sacrifices herself to fulfill the boy's dream. This tale highlights the collective consciousness and kindness that exist in nature. അപ്പോൾ ഇതൊക്കെ ഈ സ്റ്റോറി പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സ്നേഹം അത് പ്രകൃതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഈ സ്റ്റോറി നമ്മളോട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. റിമൈൻഡിങ് അസ് ഓഫ് ദ ഹീലിംഗ് പവർ ഓഫ് കണക്ഷൻ. അപ്പോൾ ഹീലിംഗ് പവർ എന്ന് പറയുക പരസ്പരം ആശ്വാസമാകുന്ന ഒരു കണക്ഷൻസിലൂടെ, പരസ്പര ബന്ധത്തിലൂടെ നമുക്ക് അന്യോന്യം ആശ്വാസമാകുന്ന ഒരു കഥയും കൂടിയാണ്. വി ക്യാൻ സീ ദാറ്റ് എവറിത്തിങ് ഇൻ നേച്ചർ സപ്പോർട്ട്സ് ആൻഡ് ഹെൽപ്സ് വൺ അനദർ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നത് എന്താണ്? നേച്ചറിലുള്ള എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. നെക്സ്റ്റ്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒന്ന് എഴുതിയാൽ മതി. 5 മാർക്കാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്
ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു എക്സ്ട്രാ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതല്ല, പക്ഷേ വേറൊരു ക്വസ്റ്റ്യനിൽ പേപ്പറിൽ കണ്ടതാണ്, പ്രീവിയസ് ഇയർ ആണ്. Rosa Parks is a soft-spoken lady who has obeyed all the rules and hasn't broken any of them. അപ്പോൾ റോസാ പാർക്ക് എന്ന് പറയുന്നത് വളരെ ശാന്തമായി സംസാരിക്കുന്ന, വളരെ എല്ലാ റൂൾസും ഒബേ ചെയ്യുന്ന, ഒരു റൂൾസും വയലേറ്റ് ചെയ്യാത്ത, ലംഘിക്കാത്ത ഒരു ലേഡിയാണ്. But she questioned an unfair rule by refusing to give her seat to the white. അപ്പോൾ അവർ ക്വസ്റ്റ്യൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അൺഫെയർ ആയിട്ടുള്ള റൂള്, അതായത് അവരുടെ സീറ്റ് ഒരു വൈറ്റ് പേഴ്സണിന് കൊടുത്തിട്ടില്ല. ആ ഒരു ലോയെ അവർ ക്വസ്റ്റ്യൻ ചെയ്തു. പ്രിപ്പയർ ആൻ ഇൻ്റർവ്യൂ ടു നോ മോർ അബൌട്ട് ഹെർ. അപ്പോൾ നിങ്ങളോട് ഒരു ഇൻ്റർവ്യൂ കണക്ട് ചെയ്യാനാണ് അറ്റ്ലീസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. What was the life like in Montgomery, Alabama in the 1950s? 1950കളിൽ മോണ്ടിഗോമറിയിലെ ലൈഫ് എങ്ങനെയായിരുന്നു? Can you speak your previous encounters with the bus drivers? ഇതിനു മുമ്പേ താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഡ്രൈവേഴ്സുമായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? What made you decide not to give up your seat on December 1st, 1955? അപ്പം ഡിസംബർ 1, 1955 ആ സീറ്റ് നിങ്ങൾ വേണ്ട എന്ന്, ആ സീറ്റ് നിങ്ങൾ ഒഴിവാക്കാതിരിക്കാൻ നിങ്ങളെ എന്താണ് അതിന് പ്രേരിപ്പിച്ചത്? വാട്ട് മെയ്ഡ് യു ഡിസൈഡഡ് നോട്ട് ടു ഗിവ് അപ്പ് യുവർ സീറ്റ്? താങ്കളുടെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. ആ ഒരു തീരുമാനത്തിന് താങ്കളെ എന്താണ് പ്രേരിപ്പിച്ചത്? വാട്ട് വാസ് ഗോയിങ് ത്രൂ യുവർ മൈൻഡ് ഡ്യൂറിങ് ദ ഇൻസിഡൻറ്റ്? ആ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ താങ്കളുടെ മനസ്സിലൂടെ കടന്നു പോയ വിചാരങ്ങൾ എന്തെല്ലാം? ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് സ്പാർക്കിംഗ് ദ മോണ്ടിഗോമറി ബസ് ബോയ്ക്കോട്ട്? വാട്ട് ഇമ്പാക്റ്റ് ഡിഡ് ബോയ്ക്കോട്ട് ഹാവ് യുവർ ലൈഫ്? താങ്കളുടെ ലൈഫിൽ എന്താണ് ആ ബോയ്ക്കോട്ട് ഇമ്പാക്റ്റ് ചെയ്തത്? നെക്സ്റ്റ് നമുക്ക് 13ാമത്തെ ചോദ്യം നോക്കാം. ഇതിൽ 2 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യണം. 3 ചോദ്യമുണ്ട്, 1 ഓപ്ഷനിലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ബോയ്സ് ലവ് ഈസ് റിജക്റ്റഡ് ഇൻ ദ സ്റ്റോറി ദ നൈറ്റിംഗിൾ ആൻഡ് ദ റോസ്. ഹി ഫീൽസ് വെരി സാഡ് ആൻഡ് റൈറ്റ്സ് ഹിസ് ഫീലിങ്സ് ഇൻ ഹിസ് ഡയറി. പ്രിപ്പയർ ലൈക്ലി ഡയറി എൻട്രി. അപ്പം ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോറിയിൽ നൈറ്റിംഗിൾ ആൻഡ് ദ റോസിൽ ആ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് റോസ് ഉണ്ടാക്കിയ കഥയൊക്കെ നമുക്കറിയാം. പക്ഷേ ആ കുട്ടി എന്താണ് ഇത് റെഫ്യൂസ് ചെയ്യാണ്, റിജക്റ്റ് ചെയ്യാണ്. അപ്പോൾ അവനക്ക് ഭയങ്കര വിഷമമായി അല്ലേ? ആ വിഷമത്തോടു കൂടി അവൻ ഡയറി എഴുതാൻ എന്തെല്ലാമാണ് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് തിങ് വി ഷുഡ് റൈറ്റ് ദ ഡേറ്റ്. പറ്റുമെങ്കിൽ സമയം എഴുതാം, 10 PM 9 PM എന്തെങ്കിലും നമുക്ക് എഴുതാം. ടുഡേ വാസ് ദ ഡേ ഓഫ് ഷാറ്റേർഡ് ഡ്രീംസ്. ചിതറിപ്പോയ സ്വപ്നങ്ങളുടെ ഒരു ദിവസമായിരുന്നു. ടുഡേ വാസ് ദ ഡേ ഓഫ് ഷാറ്റേർഡ് ഡ്രീംസ്. ഡ്രീംസൊക്കെ ചിതറിപ്പോയി, ചിന്ന ഭിന്നമായി പോയി. ഐ ഹാഡ് ഗിവൺ മൈ ഹാർട്ട് ടു പ്രൊഫസർ ഡോട്ട്. ഞാൻ എൻ്റെ ഹൃദയമാണ് ആ പ്രൊഫസറിൻ്റെ മകൾക്ക് കൊടുത്തത്. ആൻഡ് ഐ തോട്ട് ഷീ ഫെൽറ്റ് ദ സെയിം വേ. ഞാൻ എങ്ങനെയാണോ അവളോടുള്ളത് അവൾക്കും എന്നോട് അങ്ങനെ പോലെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് when I presented her with the beautiful red rose, she callously rejected me. പക്ഷെ ഞാൻ അവൾക്ക് ആ ബ്യൂട്ടിഫുൾ റെഡ് റോസ് കൊടുത്തപ്പോൾ അവൾ ഒരു കൂസലും ഇല്ലാതെ എന്നെ റിജക്റ്റ് ചെയ്തു. ദ നൈറ്റിംഗേൾ സാക്രിഫൈസ് മെൻറ്റ് നത്തിങ് ടു ഹെർ. ആ നൈറ്റിംഗേളുടെ ആ ത്യാഗം അവൾക്ക് ഒന്നുമല്ലായിരുന്നു. ഷീ കെയർഡ് മോർ അബൌട്ട് ദ ജുവൽസ് ഗിവൺ ബൈ ചാമ്പർലൈൻസ് നെഫ്യൂ. അവൾ എന്തിനാണ് ശ്രദ്ധിച്ചത്? ആ നെഫ്യൂ കൊടുത്ത ജുവൽസിലായിരുന്നു അവൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഐ ആം ലെഫ്റ്റ് ഹാർട്ട് ബ്രോക്കൺ. എൻ്റെ ഹൃദയം പൊട്ടിച്ചിതറിപ്പോയി. ഹാർട്ട് ബ്രോക്കായിപ്പോയി. റിയലൈസിങ് ദാറ്റ് വെൽത്ത് ഹാസ് ബിക്കം മോർ വാല്യബിൾ ദാൻ ഹ്യൂമൻ ലൈഫ്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. വെൽത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത്, സമ്പാദ്യമാണ് മനുഷ്യൻ്റെ സ്നേഹത്തെക്കാൾ വലുത് എന്ന് എനിക്കിന്ന് തോന്നുകയാണ്. ഇപ്പം നമുക്ക് ഡയറി ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് വി ഷുഡ് റൈറ്റ് ദ ഡേറ്റ്, ടൈം. ഓക്കെ, ടുഡേ വാസ് ദ ഡേ ഓഫ് ഷാറ്റേർഡ് ഡ്രീംസ്. ഐ ഹാഡ് ഗിവൺ മൈ ഹാർട്ട് ടു പ്രൊഫസർ ഡോട്ടർ ആൻഡ് ഐ തോട്ട് ഷീ ഫെൽറ്റ് ദ സെയിം way. But when I presented her with the beautiful red rose, she callously rejected me. The nightingale's sacrifice meant nothing to her. She cared more about the jewels given by Chamberlain's nephew. I am left heartbroken, realizing that wealth has become more valuable than human love.
അത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. റോസാ പാർക്സ് റെഫ്യൂസ്ഡ് ടു മൂവ് ആൻഡ് ദിസ് ട്രാൻസ്ഫോംഡ് എ മില്യൺ ലൈവ്സ്. പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോസാ പാർക്ക്. അപ്പോൾ റോസാ പാർക്കിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ്. ഇതിനു മുമ്പ് നമ്മളത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്, ഒരു പ്രീവിയസ് ഇയറിൽ വന്നതാണ്. ഇത് സെക്കൻഡ് ടൈമാണ് വരുന്നത്. റോസാ പാർക്ക് വാസ് എ ബ്രേവ് ആൻഡ് സ്ട്രോങ് വിൽഡ് വുമൻ. ഷീ ഇൻസ്പയർഡ് എ നേഷൻ വിത്ത് ഹെർ കറേജ്. അവരുടെ ആ ധൈര്യം അവർ ഒരു രാജ്യത്തെ ഒന്നാകെ ഇൻസ്പയർ ആക്കുകയാണ് ചെയ്തത്. ഡെസ്പൈറ്റ് ഫേസിങ് മെനി ചാലഞ്ചസ് റോസ റിമൈൻഡ് കമ്മിറ്റഡ് ടു ഹെർ കോസ്. ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു, പക്ഷേ അവരെന്താണ് റിമൈൻഡ് കമ്മിറ്റഡ് ടു ഹെർ കോസ്. അവരതിനെതിരെ പോരാടി. ഹെർ ക്വയറ്റ് സ്ട്രെങ്ത് ഹാസ് മെയ്ഡ് ഹെർ എ ലെജൻഡറി ഫിഗർ ഇൻ അമേരിക്കൻ ഹിസ്റ്ററി. അവരുടെ ആ സ്ട്രെങ്ത്താണ് അവർ അമേരിക്കൻ ഹിസ്റ്ററിയിൽ തന്നെ അവർക്കൊരു വലിയൊരു എന്താ പറയുക, വലിയൊരു പ്രാധാന്യം ഉണ്ടാകാൻ കാരണമായി. റോസാസ് ലെഗസി കണ്ടിന്യൂസ് ടു ഇൻസ്പയർ പീപ്പിൾ ടു ഫൈറ്റ് ഫോർ ദെയർ റൈറ്റ്സ്. അവനവൻ്റെ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ആരായി? ആ റോസാ പാർക്ക് ഒരു ഇൻസ്പിറേഷനായി. ഷീ സ്റ്റുഡ് അപ്പ് ഫോർ വാട്ട് ഷീ ബിലീവ്ഡ് ഇൻ ഈവൻ വെൻ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. അവരെന്താ ചെയ്തത്? ഷീ സ്റ്റുഡ് അപ്പ് ഫോർ വാട്ട് ഷീ ബിലീവ്ഡ്. അവർ വിശ്വസിച്ച കാര്യത്തിൽ അവർ നിലനിന്നു. ഈവൻ വെൻ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. അതൊരു ഡിഫിക്കൽട്ട് കാര്യമായിരുന്നു, ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നെങ്കിൽ കൂടിയിട്ടും തൻ്റെ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിന്നു. ഷീ സ്റ്റുഡ് അപ്പ് ഫോർ വാട്ട് ഷീ ബിലീവ്ഡ് ഇൻ ഈവൻ വെൻ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. റോസാസ് ആക്ഷൻസ് ഷോഡ് ദാറ്റ് വൺ പേഴ്സൺ ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ്. റോസയുടെ പ്രവർത്തികൾ നമുക്ക് എന്താ കാണിച്ചു തന്നത്? ഒരു മനുഷ്യന് വലിയ ചേഞ്ചസൊക്കെ വരുത്താൻ പറ്റുമെന്ന് റോസയുടെ ആക്ഷൻസ് നമുക്ക് കാണിച്ചു തന്നു. റോസാസ് ആക്ഷൻ ഷോഡ് ദാറ്റ് വൺ പേഴ്സൺ ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ്. ഷീ വിൽ ഓൾവേസ് ബി റിമെമ്പേർഡ് ആസ് എ ഹീറോ ആൻഡ് സിമ്പിൾ ഓഫ് കറേജ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളത് ഒരു in an exhibition you happen to see the beautiful painting of the boy in the story The Light on the Hills. Write a letter to congratulate him. അപ്പോൾ അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനാണ് നമുക്ക് ഒരു ലെറ്റർ എഴുതണം. ലൈറ്റ് ഓൺ ഹിൽസിലെ ബോയിനെ ഒരു എക്സിബിഷനിൽ വെച്ച് നമ്മൾ കാണുകയാണ്. അപ്പം ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്സ് കാണുകയാണ്. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ അഡ്രസ്സും ഡേറ്റും എഴുതണം. റോസ് വില്ല, വൈത്തിരി, 12th October 2024. Dear Harry, I am overjoyed to hear about your incredible success in the art world. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഐ ആം ഓവർ ജോയ്ഡ് എന്ന് പറഞ്ഞാൽ അമിതമായ സന്തോഷം. വളരെയധികം സന്തോഷിക്കുന്നു. ടു ഹിയർ അബൌട്ട് യുവർ ഇൻക്രെഡിബിൾ സക്സസ് ഇൻ ദ ആർട്ട് വേൾഡ്. കലാലോകത്ത് താങ്കളുടെ എന്താ പറയുക, അടിപൊളിയായിട്ടുള്ള ഇൻക്രെഡിബിൾ വിജയം, സക്സസ് എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ ഔട്ട്സ്റ്റാൻഡിങ് അച്ചീവ്മെൻറ്റ്. താങ്കളുടെ ഈ വിജയത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ. യുവർ ആർട്ട് എക്സിബിഷൻ ആസ് ഫീച്ചേർഡ് ഇൻ ദ പേപ്പേഴ്സ് ഈസ് എ ടെസ്റ്റമെൻറ്റ് ടു യുവർ എക്സെപ്ഷണൽ ടാലൻറ്റ് ആൻഡ് ഡെഡിക്കേഷൻ. ഐ ആം ഡീപ്ലി മൂവ്ഡ് ബൈ ദ ഇൻസ്പിറേഷൻ യു ഡ്രൂ ഫ്രം യുവർ സിസ്റ്റർ. I have no doubt that you will continue to soar to great heights as an artist. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ താങ്കൾ ഇനിയും ഒരുപാട് ഉയരത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. യുവർ പാഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി വിൽ അൺഡൗട്ടഡ്ലി ഇൻസ്പയർ കൗണ്ട്ലെസ് പീപ്പിൾ. താങ്കളുടെ ആ പാഷനും അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയും ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പ്ലീസ് ആക്സെപ്റ്റ് മൈ വാമസ്റ്റ് കൺഗ്രാജുലേഷൻസ് വൺസ് അഗൈൻ. ഒന്നുകൂടി ഞാൻ അഭിനന്ദനം പറയുകയാണ്. ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് എഴുതുക. അപ്പോൾ നമ്മുടെ ലെറ്റർ ഇതല്ല വേറെ ഏതെങ്കിലും വരിക, പക്ഷേങ്കിൽ നിങ്ങൾ ഈ ഫോർമാറ്റ് എഴുതാൻ മറക്കരുത്. അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് മാർക്കെങ്കിലും കിട്ടും. ആദ്യം നമ്മൾ പ്ലേസും ഡേറ്റും എഴുതുക, പിന്നെ ഒരു സല്യൂട്ടേഷൻ എഴുതുക. നെക്സ്റ്റ് നമ്മൾ ഒരു കൺക്ലൂഷൻ വേണം, കത്തിനൊരു കൺക്ലൂഷൻ വേണം. അപ്പോൾ അത് നമ്മൾ എഴുതുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യന് വളരെ സിമ്പിളാണ്, 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഒരു പൈ ചാർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അത് എന്തിനെക്കുറിച്ചാണ്? വാട്ടർ യൂസേജ് ആസ് പെർ വൺ ഓഫ് ദ റിസർച്ചേഴ്സ് കണ്ടക്റ്റഡ് ഇൻ 2016. ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇവിടെ ലീക്ക്, അതേപോലെ തന്നെ ഒരുപാട് സംഗതികൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഷവർ, ലോണ്ട്രി. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇതാണ്. ദ ഹയസ്റ്റ് പെർസെൻറ്റ് ഓഫ് വാട്ടർ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ടോയ്ലറ്റ്. ടോയ്ലറ്റ് ഇവിടെ
ടോയ്ലറ്റാണ്. അത് നോക്കൂ, ഇത് ഇവിടെ ടോയ്ലറ്റ് എന്നാണ് എഴുതിയത്, കുറച്ച് ക്ലിയർ ഇല്ല ക്വസ്റ്റ്യൻ പേപ്പർ. ഇവിടെ ടോയ്ലറ്റാണ്. അപ്പോൾ ടോയ്ലറ്റിനാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ ഷവറിന് ഉപയോഗിക്കുന്ന വെള്ളം. അപ്പോൾ ഷവർ ഇതിലുള്ളതാണ്, ഇവിടെ ഉണ്ട് 16.8%. വളരെ സിമ്പിളാണ്, അത് അങ്ങോട്ട് എഴുതിയാൽ മതി. ഇനി വാട്ട് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഈസ് വേസ്റ്റഡ് ത്രൂ ലീക്കേജിലൂടെ നഷ്ടപ്പെടുന്ന വെള്ളത്തിൻ്റെ പെർസെൻറ്റേജ് 13.7%. അത് അങ്ങോട്ട് എഴുതിയാൽ 3 മാർക്ക് കിട്ടി. നെക്സ്റ്റ് മെൻഷൻ ദ പർപ്പസ് ഫോർ വിച്ച് ദ ലോവസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ്. എന്തിനാണ് ഏറ്റവും കുറഞ്ഞ വെള്ളം ഉപയോഗിച്ചത് എന്ന്, അതെന്തിനാണ്? ഇതാണല്ലേ. അപ്പോൾ നമുക്ക് അതെഴുതാം. എന്താണ്? ഗാർഡനിങ്ങിന് 5.4%. അപ്പോൾ ഇത്രയാണ്. ഇനി 20 ക്വസ്റ്റ്യൻസ് നോക്കാം. എഡിറ്റ് ചെയ്യാനാണ്. വൺസ് മോർ ദ ലുക്ക്ഡ് ഫോർ ദ ഹിൽസ്. ഇവിടെ 4 അല്ല വരിക, എന്താണ്? അറ്റ് ദ ഹിൽസ് എന്നാണ് എഴുതാം. അറ്റ് ദ ഹിൽസ് ഹൂ സീംഡ്, ഇവിടെ ഹൂ അല്ല, വിത്ത് ദാറ്റ് സീംഡ്. എന്താണ്? ദാറ്റ് സീംഡ് എന്നാണ് വരിക. ദാറ്റ് സീംഡ് റോസ് അപ്പ് അല്ല, റൈസ് അപ്പാണ്. ഔട്ട് ഓഫ് ദ ഡീപ്പ് ഷാഡോ ഇവിടെ സ്പെല്ലിംഗ് തെറ്റാണ്. SHADOW ആണ്. ഇൻ ടു ദ ലൈറ്റ് ആൻഡ് ദെൻ ടുഗദർ ദേ വെൻറ്റ് ടു ഹോം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം അറ്റാണ് വേണ്ടത്, അറ്റ് ദ ഹിൽസ് എന്നാണ് പറയാം. പിന്നെ ദാറ്റ് സീംഡ് എന്നാണ് പറയുക. ഹൂ എന്ന് പറയില്ല. ഹൂ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ പുറത്ത് വരണം, ഒരു പേഴ്സൺ അല്ല ഇവിടെ വന്നത്. അപ്പം ദാറ്റാണ്. ദാറ്റ് സീംഡ് ടു റോസ് അപ്പ് എന്നല്ല, റൈസ് അപ്പ് എന്നാണ് വേണ്ടത്. ഔട്ട് ഓഫ് ദ ഡീപ്പ് ഷാഡോ ഇവിടെ ക്വസ്റ്റ്യൻ സ്പെല്ലിംഗ് തെറ്റാണ്. നെക്സ്റ്റ് നമുക്ക് 21ാമത്തെ ചോദ്യം. വേർഡ് പിരമിഡ് വളരെ എളുപ്പമാണ്. ഇവിടെ ബസ്സിനെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. ബസ്, ദ ബ്ലൂ ബസ്, ദ ബ്യൂട്ടിഫുൾ ബ്ലൂ ബസ്. അതേപോലെ നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ എ സിമിലർ വേർഡ് പിരമിഡ് യൂസിങ് ദ വേർഡ് ട്രീ. അപ്പോൾ ട്രീ വെച്ചിട്ട് നമ്മളോട് എഴുതാനാണ്. അപ്പോൾ ട്രീ എഴുതാം, ദ ട്രീ എഴുതാം, ദ മാംഗോ ട്രീ എഴുതാം, ദ ബിഗ് മാംഗോ ട്രീ. അപ്പോൾ ഇതിൽ ഇതൊക്കെ എളുപ്പമുള്ളതാണ്. നിങ്ങൾക്ക് 20 മാർക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നല്ലവണ്ണം പഠിച്ചാലും എല്ലാ ഡയറീൻ്റെയും ലെറ്ററിൻ്റെയും മാറ്ററും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് എഴുതിയാലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മുഴുവൻ മാർക്കും ചിലപ്പോൾ കിട്ടും, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് A+ എന്തായാലും കിട്ടും. മുഴുവൻ മാർക്ക് ഇംഗ്ലീഷിൽ ചിലപ്പോൾ കിട്ടാൻ നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. നല്ല നല്ല വേർഡ്സും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും 40 മാർക്സ് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എക്സാമിന് നിങ്ങൾ തീർച്ചയായും റെഫർ ചെയ്യുക. അതേപോലെ 8ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്